അത് ഈ ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരൻ്റെ സ്വഭാവമാണ്. ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാർ ആളുകളുടെ കൂട്ടത്തിൽ ഓടുമ്പോൾ ഈ പോക്കറ്റടിക്കാരും ഉണ്ടാവും. എന്നിട്ട് അവൻ ദേ ഓടിക്കൊണ്ടിരിക്കുന്നു, അവൻ ദേ പേഴ്സ് അടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ആൾക്കൂട്ടത്തിൽ കൂടുന്ന പോലെയുള്ളൂ. ഇവരെല്ലാം കുറ്റവാളികളാണ്. അവർ കുറ്റവാളികൾക്കെതിരായി തക്കതായ ശിക്ഷ സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരൻ്റെ സ്ട്രാറ്റജി തന്നെ. അവൻ പോക്കറ്റടിച്ചിട്ട് പോക്കറ്റിൽ പേഴ്സ് കിടക്കുക, എന്നിട്ട് വേറൊരാളുടെ പുറകെ ഓടുക ഏതോ പാവത്തിൻ്റെ. വാസുവിലെത്തിയിട്ടും വാസുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള സമ്മർദ്ദങ്ങൾ SITയുടെ മീതെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ട്. SITയുടെ മീതെ അതിശക്തമായ സമ്മർദ്ദങ്ങളുണ്ട്. SIT അതിനെ അതിജീവിക്കുക എന്നാണ് നമ്മൾ നോക്കുന്നത്. വാസുവിലെത്തിച്ചേരുന്ന കൃത്യമായ കാര്യങ്ങളെല്ലാം ഉണ്ട്, എല്ലാ കാര്യവും ഉണ്ട്. പക്ഷെ അറസ്റ്റിലേക്ക് നീങ്ങുന്നില്ല. അവിടെയാണ് സംശയം വരുന്നത്. അല്ല, ഇപ്പൊ കോടതി വിധി ഉണ്ടല്ലോ, കൃത്യമായിട്ട് കോടതി വിധിയുണ്ട്. അവർ നാളെ പ്രതികളാവും. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ സംഘവും കഴിഞ്ഞ കാലത്ത് നടത്തിയ എല്ലാ വൃത്തികേടുകളും എല്ലാ കൊള്ളയെയും കുറിച്ച് പൂർണ്ണമായ ബോധ്യം ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് ഉണ്ടായിരുന്നു. എന്നിട്ടും ഇപ്പോഴത്തെ തിരുവാഭരണം കമ്മീഷണർ ആദ്യം ഇത് കൊടുക്കരുത്, പുറത്തേക്ക് കൊണ്ടുപോകരുത് എന്ന് ദേവസ്വം ബോർഡിന് കത്ത് കൊടുത്തിട്ടും അതുപോലും മറികടന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ കൊടുക്കാനുള്ള തീരുമാനം ഇവർ എടുത്തതിനെ പറ്റിയാണ് കോടതി ചോദ്യം ചെയ്യുന്നത്. പഴയ ബോർഡിനെ പറ്റി മാത്രമല്ല, ഈ ബോർഡിനെ പറ്റി പ്രതിപക്ഷം പറഞ്ഞത് രൂക്ഷമായ ഭാഷയിലാണ്. ഞങ്ങളിവരെ ചവിട്ടി പുറത്താക്കണം എന്നാണ് പറഞ്ഞത്. ഇവര് പങ്കാളികളാണ് എന്ന് കൃത്യമായി കോടതി വരികയാണ്.